നമസ്കാരം. ആരോഗ്യമേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാദമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. 58-ൽ പരം സർജറികൾ ആയുർവേദ ഡോക്ടർമാർക്ക് ചെയ്യാം എന്നുള്ളതും അതിനു വേണ്ട പ്രായോഗിക പരിശീലനം നൽകണം എന്നുള്ളതും വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിൻ CCIM ഒരു വിജ്ഞാപനം ഈയിടെ ഇറക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് ആരോഗ്യമേഖല തങ്ങളുടെ കുത്തകയാണെന്ന് സ്വയം കൽപ്പിക്കുന്ന ചില സംഘടനകൾ കടുത്ത വിമർശനവും എതിർപ്പുമായി രംഗത്തു വന്നു. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമേ പറയട്ടെ, ആയുർവേദ ബിരുദമായ BAMS എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ആയുർവേദ മെഡിസിൻ ആൻഡ് സർജറി എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. 4.5 വർഷത്തെ പഠനവും 1 വർഷത്തെ ഹൗസ് സർജൻസിയും കഴിഞ്ഞ് ഒരു ആയുർവേദ ഡോക്ടർ പുറത്തിറങ്ങുമ്പോൾ അവർ പഠിക്കുന്നത് ആയുർവേദത്തിൻ്റെ മൗലിക തത്വങ്ങൾ മാത്രമല്ല, MBBS സിലബസിൻ്റെ ഭാഗമായ അനാട്ടമിയും ഫിസിയോളജിയും മറ്റു വിഷയങ്ങളും കൂടിയാണ്. എന്നാൽ ഇതൊന്നും ഒരു BAMS ഡോക്ടർക്ക് സർജറി ചെയ്യാനുള്ള അധികാരമല്ല. ഇതിന് ശേഷം 15ഓളം പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളുള്ള ആയുർവേദത്തിൽ ശല്യതന്ത്രം അഥവാ ജനറൽ സർജറിയും ശാലാക്യതന്ത്രം അഥവാ സർജറി ഇൻ ENTയും 3 വർഷം പഠിച്ച് അതിൽ പ്രായോഗിക പരിശീലനവും നേടിയവർ മാത്രമാണ് സർജറി ചെയ്യുന്നത്. 1970-ൽ ആയുർവേദ PG റെഗുലേഷൻ വന്നതിന് ശേഷം ഈ വിഷയങ്ങൾ പഠിച്ചിറങ്ങിയ ഡോക്ടർമാർ ഇന്ത്യയിലുടനീളം സർജറികൾ ചെയ്യുന്നുമുണ്ട്. എന്നാൽ കേരളത്തിൽ ഇതത്ര വ്യാപകമായിട്ട് ഇല്ല. ഈ പറഞ്ഞ വിഷയങ്ങളിൽ പഠനവും പ്രായോഗിക പരിശീലനവും എങ്ങനെ വേണം എന്ന് വ്യക്തമാക്കുക മാത്രമാണ് CCIM കഴിഞ്ഞ ഒരു ഗസറ്റഡ് റെഗുലേഷനിലൂടെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആയുർവേദ ഡോക്ടർമാർക്ക് എല്ലാ സർജറിയും ചെയ്യാമെന്നല്ല. ഈ 2 വിഷയങ്ങളും പഠിച്ചിറങ്ങിയ ഡോക്ടർമാർ ചെയ്യേണ്ട 58 സർജറികളുടെ പേരെടുത്ത് വ്യക്തമായി പറയുകയാണ് CCIM ഈ വിജ്ഞാപനത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ഇനി അല്പം ചരിത്രത്തിലേക്ക്. ലോകത്ത് തന്നെ ആദ്യമായി ശസ്ത്രക്രിയയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആയുർവേദ ആചാര്യനായ സുശ്രുതൻ എഴുതിയ സുശ്രുത സംഹിതയിലാണ്. ആയുർവേദ മേഖല മാത്രമല്ല, ലോകം മുഴുവൻ ഇതേ സുശ്രുതാചാര്യനെയാണ് ഫാദർ ഓഫ് സർജറി, ശസ്ത്രക്രിയയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. റൈനോപ്ലാസ്റ്റിയും ലോബുലോപ്ലാസ്റ്റിയും ഓട്ടോപ്ലാസ്റ്റിയും അടക്കം പ്ലാസ്റ്റിക് സർജറിയുടെ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് 186 അധ്യായങ്ങളുള്ള സുശ്രുത സംഹിത. ഇതിനും നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പാശ്ചാത്യർ പ്ലാസ്റ്റിക് സർജറി വിഭാവനം ചെയ്തത് തന്നെ. സുശ്രുത സംഹിതയിൽ സർജറിയെ 8 കാറ്റഗറിയായി തരംതിരിച്ചിട്ടുണ്ട്. സർജറിക്ക് വേണ്ട 120ഓളം ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് വിശദമായി പറഞ്ഞിരിക്കുന്നു. സൂച്ചേഴ്സ് ഇടേണ്ട, തുന്നൽ ഇടേണ്ട രീതികളെക്കുറിച്ചും അതിന് വേണ്ട ഉപകരണങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പലതരത്തിലുള്ള ഫ്രാക്ചറുകൾ, ഡിസ്ലൊക്കേഷൻ, ബാൻഡേജിങ് ടെക്നിക്സ്, ഇവയ്ക്ക് പുറമെ മൂത്രാശയത്തിലെ കല്ല് നീക്കം ചെയ്യേണ്ടതിനെക്കുറിച്ചും മൂഢഗർഭത്തെക്കുറിച്ചും അർശസിനെക്കുറിച്ചും പലതരം മുഴകളെക്കുറിച്ചും പലതരത്തിലുള്ള രോഗങ്ങൾക്കും എപ്പോഴാണ് ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ചുമെല്ലാം വിശദമായി വിവരിക്കുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് ആയുർവേദ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സുശ്രുത സംഹിത. മനുഷ്യ ശരീരത്തിൻ്റെ അനാട്ടമി മനസ്സിലാക്കുന്നതിനായി ശവച്ഛേദനം, ബോഡി ഡിസെക്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം ഇൻസിഷൻ ഇടണം, എവിടെയെല്ലാം ഇടാൻ പാടില്ല എന്നുള്ളതും മനുഷ്യ ശരീരത്തിലെ അസ്ഥിയും മാംസപേശികളെയും നാഡീഞരമ്പുകളെക്കുറിച്ചും വളരെ ആഴത്തിലുള്ള വിവരണമാണ് സുശ്രുത സംഹിതയിൽ ഉള്ളത്. ഈ സുശ്രുത സംഹിത അടക്കമുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ കാലികമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മോഡേൺ അനാട്ടമിയും ബോഡി ഡിസെക്ഷനും എല്ലാം പഠിച്ചിട്ട് തന്നെയാണ് ഒരു BAMS വിദ്യാർത്ഥി പുറത്തിറങ്ങുന്നത്. അതിന് ശേഷം 3 വർഷം നീണ്ടു നിൽക്കുന്ന ശല്യതന്ത്രം, ശാലാക്യതന്ത്രം PG കോഴ്സും അതിലെ പ്രായോഗിക പരിചയവും കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നതിൽ എവിടെയാണ്, എന്താണ്
തെറ്റുള്ളത്? നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇത്ര ഗംഭീരമായി വിശദീകരിക്കപ്പെട്ട ആയുർവേദത്തിലെ ശസ്ത്രക്രിയാ വിഭാഗത്തിന് പിന്നീട് എങ്ങനെ ഇന്നു കാണുന്ന അപജയം സംഭവിച്ചു? 5-ാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ച് പ്രചരിച്ച ബുദ്ധമതം ശസ്ത്രക്രിയയെ ഹിംസയായി കാണുകയും അതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. 11-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെ നീണ്ടുനിന്ന തുർക്കി, മുഗൾ, അറബ്, ബ്രിട്ടീഷ് അധിനിവേശങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ, സാംസ്കാരിക, ആരോഗ്യ രീതികളെ പാടെ ഇല്ലാതെയാക്കി. സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ വിദ്യാഭ്യാസ, ആരോഗ്യ നയങ്ങളിൽ വന്ന പാളിച്ചകൾ കൂടിയായപ്പോൾ പാശ്ചാത്യർ ശസ്ത്രക്രിയ എന്ന് ചിന്തിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നാം കണ്ടെത്തിയ ഇത്തരം അറിവുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. ഭാരതത്തിൻ്റെ ഈ തനതു വൈദ്യശാസ്ത്ര സംബന്ധിയായ ഗവേഷണ നിരീക്ഷണങ്ങളിൽ ഭൂരിഭാഗവും നടന്നിരുന്നത് ഇന്നും ഡെവലപ്പിംഗ് കൺട്രിയായി തുടരുന്ന ഇന്ത്യയിൽ മാത്രമാണ്. അതിൻ്റെ പരിമിതികളും തീർച്ചയായും കാണുവാൻ കഴിയും. ഏകദേശം 2500ഓളം വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ആയുർവേദ ശാസ്ത്രത്തിലെ ശസ്ത്രക്രിയ രീതികൾ അതേപടി പിന്തുടരണം എന്നല്ല ആയുർവേദ വിദഗ്ധർ പറയുന്നത്. കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ആയുർവേദ സർജന്മാർക്ക് പരിശീലനം നൽകി അവർ സർജറി ചെയ്യണം എന്നുള്ളതാണ് ആയുർവേദ വിദഗ്ധർ ഈ പറഞ്ഞ ഗസറ്റിലൂടെ വിജ്ഞാപനം ചെയ്തിട്ടുള്ളതും. ഇനി ആധുനികമായിട്ടുള്ള ടെക്നോളജികളും കണ്ടുപിടുത്തങ്ങളും ഒന്നും തന്നെ ആയുർവേദ ശാസ്ത്രത്തിൽ ഉപയോഗിക്കരുത്, അത് ആയുർവേദത്തിൽ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമാണ്. ഒരു ഉദാഹരണം, ഇന്ന് കോവിഡ് ചികിത്സയിൽ ആധുനിക വൈദ്യശാസ്ത്രം ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തുന്ന പൾസ് ഓക്സിമീറ്റർ കണ്ടുപിടിച്ചത് ഒരു അലോപ്പതി ഡോക്ടറൊന്നുമല്ല. അത് തക്കുവോ ഒയാഗാക്കി എന്ന ഒരു ജപ്പാനീസ് എഞ്ചിനീയറാണ്. അതുപോലെ തന്നെ അലോപ്പതിയിൽ അല്ലെങ്കിൽ ഡോക്ടർമാർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന എക്സ്റേ കണ്ടുപിടിച്ചത് ഫിസിക്സ് പ്രൊഫസറായിട്ടുള്ള വില്യം റോൺസൺ ആണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എല്ലാ കണ്ടുപിടുത്തങ്ങളും എല്ലാ വൈദ്യശാസ്ത്രങ്ങളും ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് പറയുവാനുള്ളത്. എല്ലാം തികഞ്ഞ ഒരു ശാസ്ത്രശാഖയുമില്ല, ആയുർവേദവും അങ്ങനെ തന്നെ. എന്നാൽ ഇത്ര ബൃഹത്തായ അറിവുകളുടെ ശേഖരത്തെ വീണ്ടെടുക്കുന്നതിനും അവയെ കുറ്റമറ്റതായി നിലനിർത്തുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ട പരിശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിന് പകരം കപട ശാസ്ത്രബോധത്തിൻ്റെ തിമിരാന്തത ബാധിച്ചുകൊണ്ട് സ്യൂഡോ സയൻസ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് ഇന്ന് കേരളത്തിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നുണ്ട്. ഒരു ശാസ്ത്രത്തെ വിമർശിക്കേണ്ടതും കുറ്റപ്പെടുത്തേണ്ടതും തെറ്റുകൾ തിരുത്തേണ്ടതും ആ ശാസ്ത്രം ആഴത്തിൽ പഠിച്ച ശാസ്ത്രകാരനായിരിക്കണം. അല്ലാത്തവർ ചെയ്യുമ്പോൾ കുരുടൻ ആനയെ വർണ്ണിക്കുന്നത് പോലെയേ നമുക്ക് തോന്നുകയുള്ളൂ. ആരോഗ്യരംഗത്ത് ഇനിയും ഒരുപാട് മുന്നോട്ട് പോവേണ്ട നാം ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ മാൻ പവറിനെ അതിൽ കൂടി ഉപയോഗപ്പെടുത്തുകയല്ലേ വേണ്ടത്? എല്ലാ ആരോഗ്യ ശാസ്ത്ര ശാഖകളും ഒരുമിച്ച് തന്നെ മുന്നേറേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെയെല്ലാം അടിസ്ഥാന ലക്ഷ്യം മാനവരാശിയുടെ നന്മയാണ്. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. നന്ദി, നല്ല നമസ്കാരം.